ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു സിഗരറ്റ് പാൻറ്റാണ്. ബാക്കിൽ എലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡ് വെച്ചിട്ടുള്ള സിഗരറ്റ് പാൻറ്റാണ് നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തത്. ഇതൊരു ഖാദി കോട്ടൺ മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 1.5 മീറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 52 ഇഞ്ച് വീതിയുള്ള തുണി ആയതുകൊണ്ടാണ് 1.5 മീറ്റർ എടുത്തത്. നിങ്ങൾ 44 ഇഞ്ച് വീതിയിലാണ് തുണി എടുക്കുന്നതെങ്കിൽ ഒരു 2.25 മീറ്റർ തുണി എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യം നമ്മളിവിടെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി തുണി ഇവിടെ 2ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. തുണി 2ആയിട്ടാണ് മടക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വീതി വേണ്ടത് അതിനനുസരിച്ചാണ് ഞാൻ ഇവിടെ മടക്കി എടുത്തിട്ടുള്ളത്. വീതി നമ്മൾ നോക്കേണ്ടത് നമ്മൾ അരവണ്ണം എത്രയാണോ, നമ്മൾ അരവണ്ണം എടുക്കുമ്പം പാൻറ്റ് ഇടുന്ന ഭാഗത്തെ വണ്ണമല്ല, അതിൻ്റെ താഴെ വീതി കൂടിയ ഭാഗത്തെ വണ്ണം വേണം എടുത്തു കൊടുക്കാൻ. എനിക്ക് ഈ പാൻറ്റിൻ്റെ അളവ് വരുന്നത് 34 ഇഞ്ചാണ്. 34ൻ്റെ 4 എടുക്കുമ്പം 8.5 ഇഞ്ചാണ്. 8.5 ഇഞ്ചാണ് ഇതിൻ്റെ വീതി നമ്മൾ ഈ അരവണ്ണം എടുത്തു കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസും ചേർത്ത് ഞാനിവിടെ 10.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ 10.5 ഇഞ്ചിൻ്റെ കൂടെ നമ്മളിവിടെ ഫ്രണ്ടിൽ ബാൻഡാണ് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ടക്ക് ഇട്ട് കൊടുക്കണം. ആ ടക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി 1 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 11.5 ഇഞ്ചാണ് നമുക്ക് അരവണ്ണം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് ശേഷം നമുക്കിവിടെ 2.5 ഇഞ്ച് നമുക്ക് സൈഡിലേക്ക് ഒന്ന് വളച്ച് വരച്ചു കൊടുക്കാനും ആവശ്യമുണ്ട്. അതും ചേർത്തിട്ട് വേണം നിങ്ങൾ തുണി ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ട് കൊടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. എനിക്കിവിടെ ലെങ്ത്ത് വേണ്ടത് 36 ഇഞ്ചാണ്. 36 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. ഇവിടെ നമ്മൾ ബാൻഡാണ് മുകളിൽ കൊടുക്കുന്നത്. അപ്പോൾ വേറൊരു പീസ് തുണി വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു 1/2 ഇഞ്ചും വേണം. നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി 1/2 ഇഞ്ച് വേണം. അപ്പോൾ 36.5 ഇഞ്ച്. അതിൻ്റെ കൂടെ താഴെ മടക്കി തയ്ക്കാൻ വേണ്ടി ഒരു 2 ഇഞ്ച് വേണം. അപ്പോൾ 36.5 ഇഞ്ചും അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചും 38.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 38.5 ഇഞ്ചാണ്. അപ്പോൾ അതിങ്ങനെ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹിപ്പിൻ്റെ അളവ് ഞാൻ പറഞ്ഞു 34 ഇഞ്ചാണ് അരവണ്ണം വരുന്ന ഒരു പാൻറ്റാണിത്. അപ്പോൾ അതിൻ്റെ 4 8.5 ഇഞ്ച്. 8.5 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് ലൂസ് കൊടുക്കുമ്പം 10.5 ഇഞ്ച്. ടക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി 1 ഇഞ്ചും കൂടെ കൊടുക്കുമ്പോൾ 11.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 11.5 ഇഞ്ചാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിവിടെ ക്രോച്ചിൻ്റെ അളവ് കൊടുക്കണം. ക്രോച്ചിൻ്റെ അളവ് നമ്മളിവിടെ എടുത്ത് കൊടുക്കുമ്പോൾ നമ്മളിവിടെ അരവണ്ണം എടുത്ത് കൊടുത്തത് 8.5 ഇഞ്ചാണ്. 34ൻ്റെ 4 8.5 ഇഞ്ചായിരുന്നു. അതിൻ്റെ കൂടെ 3 ഇഞ്ചാണ് ഞാൻ കൂടുതൽ കൊടുക്കുന്നത്. 3 ഇഞ്ച് കൊടുക്കുമ്പോൾ 11.5 ഇഞ്ചാണ് ഞാനിവിടെ ക്രോച്ചിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 11.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഈ 11.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടുന്ന് ഇപ്പുറത്തേക്കായിട്ട് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. 2.5 ഇഞ്ച് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് നമുക്കിവിടെ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കണം. ഒരുപാടൊന്നും കർവ് ചെയ്യണ്ട, ഇങ്ങനെയൊന്ന് കർവ് ചെയ്ത് ഇതൊന്നിങ്ങനെ വരച്ചു കൊടുക്കണം. ഇങ്ങനെയൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് ഈ ലൈൻ ഇങ്ങനെയൊന്ന് നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ലൈന് ഇങ്ങനെ ഞാൻ നീട്ടി വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻട്രൽ പോയിൻ്റ് ഒന്ന് കാണണം. ഈ ഭാഗത്തെ സെൻട്രൽ പോയിൻ്റ് ഒന്ന് കാണണം. കറക്റ്റ് അതൊന്നിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ടാപ്പ് ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ഭാഗത്ത് വരുന്നത് 7 ഇഞ്ചും ഒരു പോയിൻറ്റും വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഈ കാലിൻ്റെ താഴത്തെ ഭാഗത്ത് അതേ അളവ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതേ അളവ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് കാലിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്യുമ്പോൾ ഈ പോയിൻ്റിൽ നിന്ന് ഇപ്പുറത്തേക്കും ഈ പോയിൻ്റിൽ നിന്ന് അപ്പുറത്തേക്കും വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. കാലിൻ്റെ മൊത്തം താഴ്ഭാഗത്തെ വണ്ണം വരുന്നത് 12 ഇഞ്ചാണ്. 12 ഇഞ്ചിൻ്റെ പകുതി നമുക്ക് 6 ഇഞ്ചാണ്. അപ്പോൾ 6 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ചും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ചുമാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഇഞ്ച്, ഒരു 1/4 ഇഞ്ച് ലൂസും ചേർത്ത് 3.25 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
3.25 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിൽ നിന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതാ ക്രോച്ചിൻ്റെ ആ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഞാൻ ഇവിടെ ഷേപ്പ് ചെയ്തൊന്നും വരയ്ക്കുന്നില്ല. ഷേപ്പ് ചെയ്ത് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചു കൊടുക്കാം. അതേമാതിരി തന്നെ ഇപ്പുറത്തെ സൈഡും കറക്റ്റ് അങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനിതാ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടൊന്നുമില്ല. ഷേപ്പ് ചെയ്ത് വരയ്ക്കണമെങ്കിൽ നിങ്ങൾ മുട്ടിൻ്റെ ആ ഭാഗത്ത് അളവ് ഒന്ന് കണക്കാക്കിയിട്ട് അതിനനുസരിച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഈ വണ്ണുള്ളവരാണെങ്കിൽ ഷേപ്പ് ചെയ്ത് വരയ്ക്കേണ്ട. നിങ്ങൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിനനുസരിച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഭാഗം നമുക്കിവിടെ ഫോൾഡിങ് ആയിട്ടാണ് വരുന്നത്. ആ ഭാഗം അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് 2 പീസായിട്ടാണ് നമുക്ക് കിട്ടുക. ഇത് വെച്ചിട്ട് വേണം നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇതാ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളിവിടെ തുണി 2ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. തുണിയുടെ 2ആയിട്ടാണ് മടക്കി കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് മുകൾ ഭാഗത്ത് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് ബാക്ക് പാർട്ടിനെ ഫ്രണ്ട് പാർട്ടിനേക്കാളും ഒരു 2 ഇഞ്ച് ഇവിടെ കൂടുതലായിട്ട് എടുത്ത് കൊടുക്കണം. 2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊരു ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഫ്രണ്ട് പാർട്ട് ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഈ ലൈനിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ അതൊന്നിവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ക്രോച്ചിൻ്റെ ഭാഗത്ത് ഒരു 2.5 ഇഞ്ച് കൂടുതൽ കൊടുക്കണം. 2.5 ഇഞ്ച് ബാക്ക് പാർട്ടിന് നമ്മൾ ഈ ക്രോച്ചിൻ്റെ ഭാഗത്തൊരു 2.5 ഇഞ്ച് കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ 2.5 ഇഞ്ച് നമ്മളിത് അങ്ങനെ കൂടുതൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2.5 ഇഞ്ച് കൂടുതൽ കൊടുത്തതിൽ നമ്മളിങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ഈ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഇവിടുന്ന് താഴേക്ക് കാലിൻ്റെ ഭാഗത്ത് നമ്മൾ 2 ഇഞ്ചാണ് കൂടുതൽ കൊടുക്കുന്നത്. 2 ഇഞ്ചാണ് നമ്മളിവിടെ കൂടുതൽ കൊടുക്കുന്നത്. രണ്ട് ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഭാഗത്ത് 2 ഇഞ്ച് കൂടുതൽ കൊടുത്തു. ഇനി കാലിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കൂടുതലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കറക്റ്റായിട്ട് ഇതേ ഇതിൽ തന്നെ നമുക്കൊന്നിങ്ങനെ വരച്ചു കൊടുക്കാം. കറക്റ്റ് ഇതൊന്ന് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലെ ഭാഗത്ത് ഈ ഭാഗത്താണ് നമുക്ക് കൂടുതൽ വേണ്ടത്. ഈ ഭാഗത്ത് നമുക്ക് കറക്റ്റ് അളവാണ് വേണ്ടത്. അപ്പോൾ ഈ ക്രോച്ചിൻ്റെ ഭാഗത്താണ് നമുക്ക് കൂടുതൽ വേണ്ടത്. ഈ ക്രോച്ചിൻ്റെ ഭാഗത്ത് നമ്മളിങ്ങനെ കൂടുതൽ കൊടുക്കുന്നത്, നമ്മളിത് ഈ പാൻറ്റ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ പാൻറ്റ് താഴേക്കൊന്ന് ഇറങ്ങിപ്പോവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രോച്ചിൻ്റെ ഭാഗത്ത് ഒരു 2 ഇഞ്ച് കൂടുതലായിട്ട് വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്നിങ്ങനെ ചരിച്ച് വരച്ചു കൊടുക്കണം. കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഭാഗം നമുക്ക് ഫോൾഡിങ് ആയിട്ടാണുള്ളത്. ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതായത് ഇങ്ങനെ 2 പീസായിട്ടാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ക്രോച്ചിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 ഇതിലും നമുക്ക് ക്രോച്ചിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.
ഇപ്പോൾ അത് നമ്മളിവിടെ ക്രോച്ചിൻ്റെ ഭാഗം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻട്രലായിട്ട് നമുക്കൊരു ടക്ക് ഇട്ട് കൊടുക്കണം. ടക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തും കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇതൊന്നിങ്ങനെ കറക്റ്റായിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഈ തയ്യൽ തുമ്പ് ചേർക്കാതെയാണ് മടക്കി കൊടുക്കുന്നത്. കറക്റ്റായിട്ട് ഇതിൻ്റെ സെൻറ്ററിലൊരു നോട്ട്സ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അത് ഈ ഭാഗത്ത് ഒരു 5 ഇഞ്ചിലാണ് ഞാനിവിടെ ടക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു 5 ഇഞ്ച് ഇങ്ങനെ താഴേക്ക് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലും ഇതാ ഒരു 5 ഇഞ്ചിലാണ് നമ്മളിവിടെ ടക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1 ഇഞ്ചാണ് ടക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത്. 1 ഇഞ്ചാണ്. അപ്പോൾ അത് 2 സൈഡിലേക്കും 1/2 ഇഞ്ച് വീതം ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടക്ക് രണ്ടും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ അതവിടെ ടക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ടക്കും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല വശത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മുകൾ ഭാഗത്ത് ബാൻഡ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാനിതാ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വീതിയിലാണ് ഈ തുണി എടുത്തിട്ടുള്ളത്. അപ്പോൾ അളവ് കറക്റ്റായി ഇതിൻ്റെ അളവിനെയാണ് നമ്മൾ എടുത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ തുണീൻ്റെ മുകളിലേക്ക് ഞാനിത് 1 ഇഞ്ച് വീതിയിലുള്ള ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇത് ബാൻഡിനൊക്കെ വേണ്ടി വെക്കുന്ന ക്യാൻവാസാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ക്യാൻവാസ് ഇല്ലെങ്കിൽ നിങ്ങൾ നെക്കിനെ വെക്കുന്ന ക്യാൻവാസ് എടുത്താലും മതി. അപ്പോൾ ആദ്യം ഞാനിത് ഈ ക്യാൻവാസ് ഒന്ന് വെച്ചിട്ട് മുകൾ ഭാഗം ഒന്നിങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ക്യാൻവാസ് ഇതിനോട് ചേർത്ത് വെച്ച് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതൊന്ന് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതങ്ങനെയൊന്ന് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ മുകൾ ഭാഗത്ത് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതൊന്ന് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതൊന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതങ്ങനെയൊന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നമ്മളിതാ ഈ ബാൻഡ് വെച്ച് കൊടുത്തത് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളിതാ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ബാക്ക് പാർട്ട് എടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി 2 ഇഞ്ച് വീതിയിൽ തന്നെ ഒരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അതേ വീതിയിൽ നമ്മളൊരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഞാനിവിടെ മടക്കി തയ്ക്കുന്നുണ്ട്. ഒരു സൈഡ് ഇങ്ങനെയൊന്ന് മടക്കി തയ്ക്കുന്നുണ്ട്. ഇപ്പോൾ അതൊന്നിങ്ങനെ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഒരു സൈഡ് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡ് ഈ നല്ല വശത്ത് വെച്ചിട്ട് 2ൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതൊന്ന് ഈ ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെയൊന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആ 2 ഇഞ്ച് വീതിയിലെടുത്ത തുണി ഈ ഭാഗത്ത് വെച്ചിട്ട് മുകൾ ഭാഗത്ത് വെച്ച് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ 2ൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചിട്ട് നമുക്കിതാ ഈ സൈഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നമ്മൾ ഈ കാലിൻ്റെ ഈ സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് താഴേന്ന് വേണം നമ്മൾ തുടങ്ങാൻ. താഴേന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി നമ്മളിത് ഈ ഭാഗത്ത് എത്തുമ്പോൾ കറക്റ്റ് നമ്മളിത് ഈ മുകൾ ഭാഗത്ത് എത്തുമ്പോൾ ഈ മുകളിലേക്ക് നിൽക്കുന്ന ഈ തുണി നമ്മൾ എക്സ്ട്രാ വെച്ച് കൊടുത്തിട്ട് 2 ഇഞ്ച് നമ്മളിവിടെ എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ തുണി ഇങ്ങോട്ട് ഉള്ളിലേക്ക് നല്ല വശത്തിൻ്റെ നല്ല തുണീൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയല്ല, ഇങ്ങനെ നിൽക്കുന്ന ഈ തുണീനെ നമ്മളത് ഈ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മളെന്താ എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. എലാസ്റ്റിക് ബാക്ക് സൈഡിൽ നമ്മൾ ഈ തുണീനെ അപ്പുറത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എലാസ്റ്റിക് ബാക്ക് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് എലാസ്റ്റിക് ബാക്ക് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അവിടെ നിന്ന് നന്നായിട്ട് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
നമ്മളിവിടെ ബാക്ക് സൈഡിൽ മാത്രമാണ് എലാസ്റ്റിക് വെക്കുന്നത്. നമ്മളിവിടെ എലാസ്റ്റിക് വെക്കുമ്പോൾ ബാക്കിന് എത്രയാണോ വീതി വരുന്നത് അതിൻ്റെ പകുതിയാണ് ഞാൻ എലാസ്റ്റിക് എടുത്തു കൊടുത്തിട്ടുള്ളത്. പകുതിൻ്റെ കൂടെ 2 സൈഡിലേക്ക് അര ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. നമ്മളിപ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പം കറക്റ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിൻ്റെ മുകൾ ഭാഗത്ത് എത്തുമ്പോൾ ഇപ്പോൾ ഇവിടെ കൂടുതൽ വന്നിട്ടുള്ള ആ തുണീനെ അപ്പുറത്തെ സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം എലാസ്റ്റിക് ഇപ്പുറത്തെ സൈഡിലും മുകൾ ഭാഗത്തായിട്ട് എലാസ്റ്റിക്കും വെച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും ഞാനിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തുണി ഇപ്പുറത്തേക്ക് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. ഇനി ഇതിനെ ഇങ്ങോട്ട് തിരിച്ചെടുക്കണം. തിരിച്ചെടുക്കുമ്പോൾ ഈ കോർണർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ നന്നായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് കിട്ടില്ല. നമുക്ക് 2 സൈഡിലും കോർണർ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിനൊന്ന് ഇങ്ങോട്ട് തിരിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം എലാസ്റ്റിക്കിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഈ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് വലിച്ചു കൊടുത്താൽ മതി. അത് കറക്റ്റാണ് ഉള്ളിലേക്ക് പോയിക്കോളും. കറക്റ്റാണ് ഈ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബാക്ക് സൈഡ് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ എലാസ്റ്റിക്കിന് നല്ലോണം ഒന്നിങ്ങനെ വലിച്ചിട്ട് കൊടുക്കുക. വലിച്ചിട്ടതിൻ്റെ ശേഷം നമുക്കിത് എലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം. ഇപ്പോൾ എലാസ്റ്റിക് വെച്ച് നമ്മൾ ഈ ബാക്ക് സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എലാസ്റ്റിക് വലിച്ച് പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ സൈഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ 2 വീതിയിലാണ് ഉണ്ടാവുക. നമ്മളെ കാലിൻ്റെ ഫ്രണ്ടും ബാക്കും 2 വീതിയിലാണ് ഉണ്ടാവുക. അതിനെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് രണ്ടിനെയും ഒന്നിങ്ങനെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 ക്രോച്ചും ഒരേ ഇതായിട്ട് വരണം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ കറക്റ്റായിട്ട് തന്നെ വരണം. ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് താഴെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാറുണ്ട്. നമ്മളിപ്പോൾ ഇപ്പുറത്തെ സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ ഇങ്ങനെ കാലൊന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. 2 സൈഡും ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മളെ പാൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സിഗരറ്റ് പാൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പാൻറ്റ് നമ്മൾ നല്ല വശത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മളെ പാൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതേമാതിരി ഒന്ന് ചെയ്ത് നോക്കൂ. നമ്മളത് ബാക്കിൽ എലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പാൻറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്കിത് റെഡിമെയ്ഡ് വാങ്ങുന്ന അതേ സ്റ്റൈലിൽ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പാൻറ്റ് കിട്ടും. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.